നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മളുടെ ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്ക്, കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നിങ്ങളോട് മൗനം കാണിച്ചിരിക്കുകയാണ് ഈ വ്യക്തിയെങ്കിൽ ഈ വായന നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, അതായത് നിങ്ങളുടെ വ്യക്തിയുമായി വളരെയധികം പിണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അകലത്തിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള മാനസികാവസ്ഥ തന്നെയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ? നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന ആഗ്രഹമുണ്ടോ? എന്താണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ? അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു തലത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേവലം വളരെ പെട്ടെന്ന് തന്നെ ചിന്തിക്കുകയും ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അത്തരം സ്വഭാവങ്ങൾ ഈ വ്യക്തി മാറ്റിവെച്ചതായി കാണിക്കുന്നു. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എത്രത്തോളം പോസിറ്റീവായിട്ടും ജീവിതത്തിൽ വളരെയധികം സന്തോഷം എത്രമാത്രം കൊണ്ടുവരാൻ സാധിക്കുമോ അത്രയും സന്തോഷവും സമാധാനവും കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ദേഷ്യം അധികമുള്ള ഒരു വ്യക്തിയായിരിക്കാം, ക്ഷമ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിയും ആയിരിക്കാം. അതുകൊണ്ട് അത്തരം ഇതിലേക്കൊന്നും പോകാതെ വളരെ പോസിറ്റീവായിട്ടും ക്ഷമയോട് കൂടിയും മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം സ്പിരിച്വൽ സാഹചര്യത്തിലേക്ക്, അതായത് ആത്മീയപരമായിട്ടുള്ള ഉണർവിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ വളരെയധികം പോസിറ്റീവായ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിനും ശരീരത്തിനും ചിന്തകൾക്കും ധാരാളം പോസിറ്റീവ് എനർജിയാണ് ഈ വ്യക്തിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നും ഈ ഒരു സെപ്പറേഷൻ സാഹചര്യം മാറ്റിവെക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. പക്ഷെ അതൊരിക്കലും പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടോ വീണ്ടും പ്രശ്നമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഫൈറ്റിംഗ് ടെൻഡൻസിയിലേക്ക് പോകാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. വളരെ പോസിറ്റീവായിട്ടും സമാധാനത്തെയും ആണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമേ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, വളരെ പോസിറ്റീവ് ടെൻഡൻസിയിലേക്കും വളരെയധികം നന്ദി പറയുന്ന ഒരു പ്രവണതയിലേക്കും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചും ഈ പ്രണയബന്ധത്തെക്കുറിച്ചും എപ്പോഴും കുറ്റങ്ങളും കുറവുകളും ഇല്ലായ്മയും പരാതികളും മാത്രമായിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി എല്ലാ കാര്യത്തെയും പോസിറ്റീവായി കാണുവാൻ പഠിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങളും പലതരത്തിലുള്ള നേട്ടങ്ങളും ഈ വ്യക്തി കൊയ്തുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഈ പ്രണയബന്ധത്തിൽ വിശ്വസിക്കുന്നതും എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വിവാഹം തന്നെയാണ് ഓടിയെത്തുന്നത്. 4 ഓഫ് വാണ്ട്സിന്റെ ഊർജം വളരെയധികം ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും വിവാഹം ചെയ്യണം അല്ലെങ്കിൽ ഇതൊരു വിവാഹത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ചിന്ത ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതൊരിക്കലും മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ തീരുമാനിച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിച്ചാലോ അതൊരിക്കലും ഇതിൽ നിന്നും മാറ്റാൻ സാധിക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെയധികം
കൂർമ്മ ബുദ്ധിയോട് കൂടിയും നിശബ്ദമായി ഇരുന്നു കൊണ്ടിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം എക്സ്പ്രസീവായി തുടങ്ങുന്നു. തൻ്റെ ഫീലിങ്സ്, ഇമോഷൻസ്, വികാരങ്ങൾ, പറയാനുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വെട്ടിത്തുറന്ന് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുവാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിൽക്കുന്ന കാലത്തിടത്തോളം എത്ര നാൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമോ അത്രയും കാലം സത്യസന്ധമായി നിൽക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിനേതിനും നന്ദി പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഈ ഒരു സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷനുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല. എന്താണോ ഇപ്പോൾ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത്, ഈ വ്യക്തിക്ക് വേണമെങ്കിൽ ഈ ബന്ധം വേണ്ട എന്ന് വെക്കാം, നിങ്ങളെ വേണ്ട എന്നും വെക്കാം. അത് ഒരു പക്ഷേ ഈ ഒരു ബന്ധം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സാഹചര്യങ്ങൾ പ്രതികൂലമായി വരുന്നുണ്ടാകാം. പക്ഷേ ഈ വ്യക്തി അതിന് തയ്യാറാകുന്നില്ല. കാരണം ഇത് നല്ലൊരു സോൾമേറ്റ് ജേണി ആയിട്ട് കാണിക്കുന്നു. രണ്ടുപേരുടെയും ഹൃദയങ്ങൾ തമ്മിലാണ് കോർത്തിണങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു പലവരും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്കോ നിങ്ങളുടെ ജീവിതത്തിലേക്കോ കടന്നു വന്നാൽ പോലും അതിലൊരു സംതൃപ്തിയോ സന്തോഷമോ ഉടലെടുക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകില്ല എന്നുള്ളത് ഈ വ്യക്തി വിശ്വസിക്കുന്നു. കാര്യം പെട്ടെന്ന് ദേഷ്യപ്പെടുമെങ്കിലും ദേഷ്യം വരുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കയർത്ത് സംസാരിക്കുകയും ക്ഷമയില്ലാതെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വ്യക്തിക്ക് ഭയമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മാറ്റി ചിന്തിക്കുമോ, മാറ്റി തീരുമാനങ്ങൾ എടുക്കുമോ, വേറെ ആളെ സ്വീകരിക്കുമോ, വേറെ തലത്തിലേക്ക് പോകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വളരെയധികം ഭയത്തോടു കൂടി ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേൽക്കാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഒരു കുടുംബം ഉണ്ടാകാം, അല്ലെങ്കിൽ സിംഗിൾ തന്നെ ആയിരിക്കാം, വിവാഹം കഴിക്കാത്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വിവാഹിതനായിരിക്കാം. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വായനയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കുടുംബജീവിതം തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പൊ മൗനം കാണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാതെയും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാതെയും നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ വ്യക്തിക്ക് മതിയായി, അല്ലെങ്കിൽ നിങ്ങളുമായുള്ള ബന്ധം നിർത്തിവെച്ചു എന്നുള്ളതല്ല. മറിച്ച് വളരെ ശക്തിയോട് കൂടി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്, സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒട്ടും പ്രതീക്ഷിക്കാതെ മയിലിനെ, അതായത് മയൂഖത്തെ കാണുന്നുണ്ടെങ്കിൽ, മയിലിനെ കാണുന്നുണ്ടെങ്കിൽ, പീകോക്ക് അപ്രതീക്ഷിതമായി നേരിട്ടോ അല്ലാതെയോ കാണുന്നുണ്ടെങ്കിൽ അത് തീർത്തും ഒരു സെൽഫ് ജേണി അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്ത്, റിയൂണിയൻ, റീകൺസിലിയേഷൻ ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ്. അത് പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് തരുന്ന ഒരു അടയാളം കൂടിയാണ്. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം കാണുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നമുക്ക് പ്രണയ സന്ദേശത്തിലേക്ക് പോവാം. എന്തിന് നമ്മൾ പിരിയേണ്ടി വന്നു എന്നാണ് ഈ പേഴ്സൺ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നീയുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഞാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതെ, അപ്പോൾ വിധിയെ പഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി തയ്യാറല്ല. ആദ്യമേ തന്നെ 4 ഓഫ് സോർട്സിന്റെ എനർജിയിലാണ് ഈ പേഴ്സൺ ഇരുന്നിരുന്നത്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെയും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ പെട്ടുപോവുകയുമാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴോ അതിൽ ചൂഴ്ന്നിറങ്ങി ഇല്ലാതെയാവുവാൻ ഈ വ്യക്തി തയ്യാറല്ല. സ്വന്തം തീരുമാനത്തിലേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.